സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരമല്ല. റേഷൻ വ്യാപാരിയുടെ വേതനം, അതായത് പണിയെടുത്തതിനുള്ള കൂലി ഇട്ടിട്ട് ഇന്നേക്ക് 2 മാസം 16 ദിവസവുമായി. ഒരു മാസത്തെ വേതനമാണെങ്കിൽ അതാത് മാസം 10-ാം തീയതിക്കുള്ളിൽ ലഭിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞ 2-3 മാസമായി മസ്റ്ററിംഗ് നടക്കുന്നു. ഭീമമായ പൈസ ചെലവാക്കിയിട്ടാണ്, സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവാക്കിയിട്ടാണ് റേഷൻ വ്യാപാരി മസ്റ്ററിംഗ് നടത്തുന്നത്. അതേസമയത്ത് ആധാർ അപ്ഡേഷന് വേണ്ടി അക്ഷയക്കാർ 100 രൂപ വരെ വാങ്ങിയിട്ടുണ്ട് കാർഡ് ഉടമകളോട്. ഒരു വീട്ടിൽ 2-3 കുട്ടികളുണ്ട്, 300 രൂപ കൊടുത്തിട്ടാണ് ആധാർ അപ്ഡേഷൻ നടത്തിയത്. അതിനൊന്നും സർക്കാരിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഒരു കാർഡ് ഉടമയോട് 10 രൂപ ആവശ്യപ്പെട്ടപ്പോൾ അത് വലിയ വിഷയമായി, വാങ്ങാൻ പാടില്ല. ഇപ്പോൾ ഫേസ് മൊബൈലിലാക്കി. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് മൊബൈൽ ആപ്പ് എടുക്കണമെന്ന്, നടന്നില്ല. ഇതൊക്കെ ഒരു ഭാഗത്ത് സർക്കാരിന്റെ എല്ലാ പദ്ധതികൾക്കും സൗജന്യമായി സഹകരിപ്പിക്കുന്നവരാണ് റേഷൻ വ്യാപാരികൾ. യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് നൽകുന്നില്ല. 1000 രൂപ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഓണം കഴിഞ്ഞാലും ഈ ആധാർ അപ്ഡേഷനൊക്കെ നടക്കുകയാണല്ലോ, അതിന് ഞങ്ങൾക്ക് ഒരുപാട് ചെലവുണ്ടല്ലോ, അതിനെങ്കിലും പാരിതോഷികമായി 1000 രൂപ തരും എന്ന് പ്രതീക്ഷിച്ചു. ഇതുവരെ ധനവകുപ്പ് അതും പാസ്സാക്കിയിട്ടില്ല. ഭക്ഷ്യവകുപ്പിനോട് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും, റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ 1 മാസം കഴിഞ്ഞ് 10-ാം തീയതിക്കുള്ളിൽ ധനവകുപ്പിന് അയക്കുന്നു. ധനവകുപ്പ് 1 മാസം 10 ദിവസം കഴിയണം. അതായത് 2.5 മാസം കഴിഞ്ഞാണ് റേഷൻ വ്യാപാരിയുടെ വേതനം കൊടുക്കുന്നത്. അപ്പൊ ഇത് നൽകാനുള്ള നടപടി ഉണ്ടാവണം. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇലക്ഷന്റെ വിഷയം വന്നു. ഞങ്ങൾ പാലക്കാട് ഇലക്ഷൻ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. 16 ദിവസമായി കേരളത്തിലെ കരാറുകാർ സമരം നടത്തി. അവിടെ 2 ഇലക്ഷൻ കഴിഞ്ഞു. ചേലക്കരയും വയനാടും പ്രശ്നങ്ങൾ തീർത്തിട്ടില്ല. റേഷൻ വ്യാപാരികളുടെ വിഷയങ്ങൾക്ക് ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പാലക്കാട് ഇലക്ഷന് ചൂണ്ടിക്കുക. ഇതെന്ത് നടപടിയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടുതൽ വിഷയങ്ങൾ സർക്കാരിന് മുമ്പിൽ വെക്കുന്നില്ല. ഞങ്ങളുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. വേതന പാക്കേജ് ഉണ്ട്, KTPDS ആക്ട്, ക്ഷേമനിധി തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ജനുവരി മുതൽ ഞങ്ങൾ അനിശ്ചിതകാലം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമരം 19-ാം തീയതി കേരളത്തിലെ റേഷൻ വ്യാപാരികൾ അടച്ചിട്ട് താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തുന്നത് 2 ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ 3 ആവശ്യങ്ങളാണ്. എന്താ പറഞ്ഞത്? റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ 2 മാസത്തെ കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകുക. 19-ാം തീയതി ആകുമ്പോൾ 2 മാസം 19 ദിവസമാവും. ഇപ്പൊ 2 മാസത്തെ കമ്മീഷൻ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട്, അത് നൽകുക, എത്രയും പെട്ടെന്ന് നൽകുക. രണ്ടാമത്, റേഷൻ കടയിൽ വിൽപ്പനയ്ക്കുള്ള റേഷൻ സാധനങ്ങൾ, കുറെ കടയിൽ സാധനം ഉണ്ടായിട്ട് കാര്യമല്ലോ, എല്ലാ പോളിസി ആയിട്ടുള്ള സാധനങ്ങൾ എത്തിക്കാൻ നടപടി സ്വീകരിക്കുക. കരാറുകാർ സമരം തീർക്കേണ്ടത് സർക്കാരാണ്. അവിടെ ആ പ്രശ്നങ്ങൾ തീർത്ത് റേഷൻ കടയിൽ അരി എത്തിക്കാൻ നടപടി സ്വീകരിക്കുക. മൂന്നാമത്, ഞങ്ങൾക്കൊരു 1000 പ്രഖ്യാപിച്ചിട്ടില്ലേ, അത് നൽകാൻ നടപടി സ്വീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാതൊരു രാഷ്ട്രീയ വിരോധവുമില്ലാതെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരമാണ്. ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. സർക്കാരിന്റെ കണ്ണു തുറക്കണം, ധനവകുപ്പിന്റെ കണ്ണു തുറക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഇടപെട്ട് റേഷൻ മേഖലയിലെ സ്തംഭനാവസ്ഥയും വ്യാപാരിയുടെ വേതനവും നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്.